നാട്ടിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലമാണ് ഈ താബോർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ, അപ്പോ ഞങ്ങള് ഒരു 3-4 ദിവസമായിട്ട് ധ്യാനത്തിലായിരുന്നു. ധ്യാനം കൂടാനായിട്ട് പോകുന്നതാണ്. താബോറിലാണ്, തൊടുപുഴ. അതെ, അപ്പം ഞങ്ങള് 3-4 ദിവസമായിട്ട് ഫോണില്ല, പിള്ളേരുമായിട്ട് ബന്ധമില്ല. ജീവിതത്തില് ഇപ്പൊ അത്ര വർഷങ്ങൾ കൂടിയാണ് ഫോൺ ഇല്ലാതെ ഒരു 4-5 ദിവസം ഇരിക്കുന്നത് കേട്ടോ. മൊബൈൽ ഫോൺ നമ്മളിവിടെ കൊടുത്തു. ചെന്നത് ഞായറാഴ്ച ഈസ്റ്റർ. സമയം എത്രയായിന്ന് ആരുടെയും വാച്ചയിലോ പിന്നെ അവിടെയുള്ള ക്ലോക്കിലൊക്കെ നോക്കുമ്പോഴേ മനസ്സിലാവും. അതിങ്ങനെ നടന്നു പോകും. നമ്മൾ ആരോടും ചോദിക്കാനും പോയില്ല കേട്ടോ. സമയം ചോദിച്ചില്ല. നമ്മൾ അറിയണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. സമയം എന്നാലും അവിടുത്തെ പള്ളിയിലെ ക്ലോക്കില് ഇടയ്ക്ക് ഞാൻ നോക്കും. അല്ലാതെ ഇവിടെ ഇടയ്ക്ക് പറയും നമുക്ക് ആരോടും ചോദിക്കാൻ സമയം എന്ന് പറഞ്ഞാൽ ആരും പറയും ചോദിക്കൊന്നും വേണ്ട. നമുക്ക് വെട്ടത്തിന് വേണ്ടിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയതാണ്. അപ്പം അങ്ങനെ ഒന്നും അറിയാത്ത 3-4 ദിവസങ്ങളാണ്. 4 ദിവസം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ല, ഇപ്പൊ നമ്മൾ ശരിക്കും ഈ ഫോൺ കണ്ടമാനം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറെ നാൾ കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു ഫോണില്ലാതിരിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ എനിക്കും യാതൊരു കുഴപ്പമില്ല. ഞാനത് മനസ്സിൽ ആഗ്രഹിച്ച് നമ്മൾ ധ്യാനം കൂടാൻ കുറച്ച് ദിവസത്തേക്ക് ഇതിൽ നിന്നെല്ലാം ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ധ്യാനം കൂടാൻ തീരുമാനിച്ചത്. 1 മാസം മുന്നേ ഞങ്ങൾ ബുക്ക് ചെയ്താണ് കേട്ടോ. അപ്പോ എന്തായാലും ഈസ്റ്ററിന്റെ ദിവസം ആയതുകൊണ്ട് തന്നെ ധ്യാനത്തിൽ ആളുകൾ കുറവായിരുന്നു. കാരണം കുറെ പേര് ക്യാൻസൽ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്ററും പ്രമാണിച്ച് ഒരുപാട് പേര് കുറെ പേരോട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എലക്ഷൻ വന്നതുകൊണ്ട് എലക്ഷൻ പ്രമാണിച്ച് ധ്യാനത്തിന്റെ ദിവസം എണ്ണം കുറച്ചു. കാരണം സാധാരണ വ്യാഴാഴ്ച തീരേണ്ട ധ്യാനം ഈ പ്രാവശ്യം തീർന്നത് ബുധനാഴ്ചയാണ്. നെല്ല് വിളഞ്ഞിരിക്കുന്നുണ്ടോ? വിളഞ്ഞിട്ടുണ്ട്. ഇവിടെ നെല്ല് വിളഞ്ഞ് നല്ല നെൽപ്പാടമുണ്ട്. അങ്ങോട്ടുണ്ട് കേട്ടോ. ഈ താബോറിന്റെ അടുത്ത് തന്നെയാണ്. നമ്മളിവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ചെറിയൊരു പരിപാടികളുണ്ട്. അതെന്താന്നുള്ളത് പിന്നെ പറയാം കേട്ടോ. ഞങ്ങളിതിങ്ങനെ ഒരു നാട്ടിൻ പ്രദേശം പോലുള്ള ഒരു സ്ഥലമാണ് ഈ താബോർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ചൂടും കാര്യങ്ങളൊന്നുമില്ല. നല്ല ബഹളങ്ങളോ അതെ, കാലാവസ്ഥയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. നല്ല അടിപൊളി ധ്യാനമായിരുന്നു കേട്ടോ. സൂപ്പർ ധ്യാനമായിരുന്നു. നമുക്ക് മനസ്സിനൊക്കെ ഒരു എന്താ പറയാ, നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നു. പുതിയ മനുഷ്യനായിട്ട് രൂപം കൊണ്ട് മാറുമെന്നല്ല, നമ്മുടെ മനസ്സിനൊക്കെ നല്ലൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും. കുറച്ച് ദിവസം നമ്മൾ ഈ ഒഴിഞ്ഞു മാറും. പിന്നെ ടെൻഷനുകൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരു പുനർവിചിന്തനത്തിനുള്ള ഒരു അവസരം കിട്ടും. അതെ, പിന്നെ അതായത് മൊത്തത്തിലൊരു എന്താ പറയാ, പോസിറ്റീവ് എനർജി വരും. അതെ, നമ്മളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായിട്ടും ആ ധ്യാനത്തിലൂടെ കളയാൻ നമുക്ക് പറ്റും. അപ്പോൾ ആഗ്രഹിച്ചു കൂടണം. ആരും നിർബന്ധിച്ച് വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിച്ച് തന്നെ കൂടിയാലേ അതിൻ്റെ ഒരു ഗുണം പൂർണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിർബന്ധിച്ച് ഉന്തിത്തള്ളിയൊക്കെ വിടുന്ന കേസുകളിലൊന്നും ചിലപ്പം പൂർണ്ണമായിട്ടും ഫലം കിട്ടണമെന്നില്ല. പിന്നെ അച്ഛനാണേലും അടിപൊളി ക്ലാസ്സുകളായിരുന്നു. അച്ഛൻ്റെ കാര്യം പിന്നെ ഒരു ദിവസം നേരത്തെ തീർന്നെങ്കിലും ക്ലാസ്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തു തന്നു. അതെ, ക്ലാസ്സിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതച്ഛൻ പറഞ്ഞു, ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിലൊന്നും വിട്ടുവീഴ്ച വരികയില്ല കേട്ടോ, ഒന്നും കുറയ്ക്കുകയില്ല. പിന്നെ സാധാരണ നമ്മുടെ ഫുഡിൻ്റെ സമയത്തിലും ഒക്കെ ഇച്ചിരി ക്രമീകരണങ്ങൾ വരുത്തി. 3 നേരത്തെ ഫുഡിന് ഓരോ മണിക്കൂറുള്ള റെസ്റ്റിംഗ് ടൈമൊക്കെ 1/2 മണിക്കൂറും 3/4 മണിക്കൂറും പല സമയത്തും ഇച്ചിരി വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. നല്ല കൗൺസിലിംഗ്, നല്ല കുമ്പസാരം, നല്ല കുർബാന, സിംഗിൾ ആയിട്ടുള്ള കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. ജസ്റ്റ് ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരു പരിപാടി. നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്. അപ്പോ പപ്പയുടെ അനിയന്റെ വീട്. അവിടെ കയറണം. തൊട്ടടുത്ത് തന്നെ. ഇവിടുന്ന് 3.5-4 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എന്തായാലും അവിടെ നിന്ന് കയറി എന്നിട്ട് വീട്ടിലേക്ക് പോകാൻ നോക്കും. നമ്മൾ ഇറങ്ങിയപ്പോ തന്നെ ഫോൺ കിട്ടിയത് വീട്ടിലേക്ക് വിളിച്ചു. അന്നക്കുട്ടീനെ ഞാൻ വീട്ടിലുള്ള എല്ലാവരെയും കണ്ടു. കുറെ നാള് കൂടി 3-4 ദിവസം കൂടി അത് കാണാതെ കിട്ടിയിരിക്കുക. നമ്മൾ ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും നമ്മൾ ഇച്ചിരി ദൂരോട്ട് പോയാലും അവരെ ഫോണിലെങ്കിലും വിളിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലും പറ്റാത്തതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക്
ചിന്തിക്കുമ്പോൾ ആ ഒരു വിഷമം മനസ്സിലോട്ട് കയറി വരും. അവരെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. അതൊഴികെ ബാക്കി ഒരു പ്രശ്നവുമില്ല. അതും നമ്മളെ റൂമിലോട്ടൊക്കെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് കൂടുതലും കയറി വരുന്നത്. എനിക്ക് രാത്രിയായി ധ്യാനത്തിന്റെ സമയത്തൊന്നും എനിക്ക് ഒരു ചിന്തയും വരാറില്ല. റൂമിൽ വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും അവര് കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇനി എന്തായാലും ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങണം. ഇനിയിപ്പോ വീഡിയോ ഒന്നേന്ന് എടുത്തു തുടങ്ങണം. എന്നാലും നിങ്ങൾക്ക് ഇട്ട് തരാൻ എന്തെങ്കിലും വീഡിയോ ഉള്ളു. ഷോർട്ട് വീഡിയോ പോലും ഒരെണ്ണം പോലും ഫോണിലൊന്നും ഇല്ല ബാക്കി. അപ്പൊ ഇത്ര ദിവസമാണെങ്കിലും നേരത്തെ ആ 5 ദിവസത്തേക്ക് 3-4 ദിവസത്തേക്കുള്ളത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത്ര ദിവസം മുടങ്ങാതെ വീഡിയോ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ അന്നത്തെ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ എടുക്കുമ്പോഴും 3-4 ദിവസം മുമ്പുള്ള വീഡിയോ ഇന്നത്തെ ദിവസവും വന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് തന്നെ വന്നു പോകും. അതുകൊണ്ട് ഞങ്ങളില്ലെന്നേ ഉള്ളൂ. അതെ, അതുകൊണ്ട് നിങ്ങൾക്കാണെങ്കിലും കാണുന്നവർക്ക് കാണുന്നവർക്ക് നമ്മളെ എന്താ പറയാ ഇല്ലാത്തൊരു ഫീലിംഗ് തോന്നത്തില്ല. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ എന്തായാലും ഒരു 3-4 ദിവസം ഇവരവിടെ പോയി ചിന്തിക്കേണ്ട അവസരം വന്നിട്ടില്ല. ഞങ്ങള് പറഞ്ഞുകൊണ്ട് അറിഞ്ഞതേ ഉള്ളൂ. അതെ അതെ അതെ, അതിൽ ഓട്ടമുള്ളതുകൊണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ? പറഞ്ഞു. ഓട്ടമുള്ളതുകൊണ്ടാണ് ധ്യാനം നേരത്തെ തീർന്നത്. നിങ്ങൾക്ക് ആൾക്ക് വേണമെങ്കിലും വന്ന് ധ്യാനം കൂടാം. അപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ താബോറിൻ്റെ അടുത്ത് തന്നെയാണ് പപ്പയുടെ അനിയൻ താമസിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് അപ്പം അങ്ങോട്ടൊന്ന് പോവാണ്. അവിടെ പോയി വെച്ചിട്ട് വേറെ ഒരു ചെറിയ പരിപാടികളുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. പാറ ഇവിടെ നിൽക്കുന്നുണ്ടോ? അതെ കേട്ടോ, ഈ ഒരു വഴി നല്ല വഴി കേട്ടോ, നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് വെള്ളം വന്ന് ധ്യാനം കൂടാം. ധ്യാനം കൂടേണ്ടവർക്ക് നല്ല അടിപൊളി ധ്യാനമായിരുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് കൂടാൻ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ പോവാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം റബ്ബർ തോട്ടവാ. നല്ല രസമാട്ടോ. പക്ഷെ നല്ല തണലായി. നല്ല വെയിലാ. വെയിലിന് ചൂടില്ലെന്നല്ല, ചൂടുണ്ട്. എന്നാൽ മൊത്തത്തിൽ നല്ല പച്ചപ്പുണ്ട്, തണലുണ്ട്. വഴിയാണ് ഫുള്ള് തണലാ. വഴി മൊത്തം തണലാ. കാരണം ഈ സൈഡിൽ ഫുള്ളുള്ളത് റബ്ബറുകളാ. റബ്ബറും തെങ്ങും. അല്ലാത്തതുകൊണ്ട് ഫോണിൽ ചെറിയൊരു കുലുക്കുണ്ടായിരിക്കും കേട്ടോ. തെങ്ങും ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. കവുങ്ങല്ലേ കാണുന്നത്? കവുങ്ങും ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ കാണാത്തൊരു സംഭവമാണ്. ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഫീൽ ടൗൺ ഏരിയ ആണ്. ടൗൺ ഏരിയ, അതെ. ചാന നിങ്ങൾ കണ്ടോ? ചാനയാണല്ലോ ഇത്ര നേരം കാണിച്ചോണ്ടിരുന്നതാണല്ലോ. അപ്പൊ എന്തായാലും ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് കാണാം. ആദ്യക്കുട്ടനെ പിള്ളേരെ എല്ലാം അവരെ കാണുന്നതാണ് ഇനിയുള്ള സന്തോഷം. അതെ അതെ. ഓക്കെ, നമുക്ക് പിന്നെ കാണാൻ ഒരു അടിപൊളി സ്ഥലം. അവര് നമ്മളെ മറന്നു കാണുമോ? എവിടെ ഫോൺ വിളിച്ചപ്പോ ചായാന്ന് പറഞ്ഞ് ഓടി വന്നാ കണ്ടില്ലേ? അന്നക്കുട്ടി മൈൻഡ് ചെയ്തില്ല. അന്നക്കുട്ടി മറന്നു പോയിക്കാണ്. അന്നക്കുട്ടി നമ്മളെ മറന്നെന്ന് തോന്നുന്നു. ഇനി ചെല്ലുമ്പോ ചിലപ്പോ ഭയങ്കര സൗണ്ട്, പല സൗണ്ടുകൾ കേൾപ്പിച്ചാണ് അവള് നമ്മളെ ഇതാക്കുന്നത് കേട്ടോ. സന്തോഷം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാല്ലേ? അതെ.